എക്സിറ്റ് പോളുകളുടെ ഫലമെല്ലാം പുറത്തു വരുമ്പോൾ LDF എന്ന് പറയുന്ന മുന്നണിക്ക് ഇത്തവണ ഭരണത്തിൽ നിന്ന് പുറത്താകേണ്ടി വരും എന്നുള്ളത് അവരെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. അപ്പോൾ അത് എങ്ങനെ പ്രതിരോധിക്കും എന്ന് പറഞ്ഞ് അവരിയ്ക്കുകയാണ്. പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല, ഇനി 3 ദിവസം കൂടെ കഴിഞ്ഞാൽ ഫലം എന്താണെന്ന് അറിയാം. എങ്കിലും 3 ദിവസമെങ്കിൽ 3 ദിവസം സഖാക്കന്മാരുടെ മുമ്പിൽ, അണികളുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ വീണ്ടും വരും എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലും വേണം. വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ ഇടാനുള്ള കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവന്റെ വരവ്. അതായത് സുദർശൻ ബംഗ്ല എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോളിന്റെ പ്രവചനം ഈ കൂട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഈ എക്സിറ്റ് പോളിൽ 140 സീറ്റുള്ള കേരളത്തിൽ 158 സീറ്റുകളാണ് സുദർശൻ ബംഗ്ല പ്രവചിച്ചത്. ഇതോടുകൂടി IAIA എന്ന് പറഞ്ഞ് LDF രംഗത്തെത്തുകയായിരുന്നു. അല്ലെങ്കിൽ CPM-ന്റെ അണികൾ, അറിയാമല്ലോ, മറ്റുള്ളവരെ നശിപ്പിക്കാനും മറ്റുള്ളവരെ വലിയ രീതിയിൽ തേജോവധം ചെയ്യാനും ഇവരെ കഴിഞ്ഞ് കേരളത്തിൽ വേറെ ആരുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ മുഴുവൻ ഇവർ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന പേരിൽ സുദർശൻ ബംഗ്ല എക്സിൽ പുറത്തുവിട്ട കണക്കുകളിൽ വൻ അബദ്ധം എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളുള്ള കേരളത്തിൽ LDF-നും UDF-നും NDA-ക്കുമായി ആകെ 158 സീറ്റുകളുടെ ഫലമാണ് ഈ ചാനൽ പ്രവചിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് LDF 78 സീറ്റുകൾ നേടി മുന്നിലെത്തും, UDF 62 സീറ്റുകളും NDA 18 സീറ്റുകളും നേടുമെന്നാണ് എക്സിറ്റ് പോളിലെ കണക്ക്. 5 സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ AI എക്സിറ്റ് പോൾ എന്ന തലക്കെട്ടോടെയാണ് കണക്കുകൾ പങ്കുവച്ചിരിക്കുന്നത്. കൃത്യമായ പഠനങ്ങളോ യാഥാർത്ഥ്യ ബോധ്യമോ ഇല്ലാതെ AI സഹായത്തോടെ തോന്നിയതുപോലെ സീറ്റുകൾ വിഭജിച്ച് ഒരു എക്സിറ്റ് പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഈ പിഴവിന് കാരണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനം. എന്തായാലും പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളുടെ കണക്കും ഇവർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളം.